ഇത് 3 നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തത്. ഇത് മാത്രം പോരെ ഇന്നത്തെ കറിക്ക്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ എടുക്കാം, അതാണ് ചീര. നമ്മൾ ഒരു ചാക്ക് ചീര എടുത്താൽ മതി, നമുക്ക് ഒരു ദിവസത്തെ കറിക്കാവും. സോ ഈ ഒരു ചാക്കിൽ തന്നെ ഇതേ എത്ര മൂടാണെന്ന്, 1 2 3 4 5. ഇതേ ജൈവ വളങ്ങളും പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും മാത്രം ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഇതൊക്കെ. പക്ഷേ അതുകൊണ്ട് ഇതിനൊക്കെ ഇത്രയും സൈസ് വരിക എന്ന് വെച്ചാൽ തന്നെ അത്ഭുതമാണ്. കാരണം വേറെ ഒന്നും നമ്മൾ കെമിക്കലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റുകളും പിന്നെ നമ്മുടെ കോഴിയുടെയും പിന്നെ ബയോഗ്യാസ് സ്ലറി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെ അന്നെടുക്കുകയാണ് ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത്. അപ്പം ഇത്രയും സൈസ് വെച്ച് നമ്മളുടെ ഈ ബ്രിഞ്ചോളിനെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇത്രയും വലുതാണ്. ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ, ഇവിടെ ഇനിയുണ്ട് ആൾക്കാർ. ഇതിൽ വേറെ ആൾക്കാർ കിടപ്പുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നിങ്ങ് എടുത്തേക്കാം. ഇത് നല്ല മൂത്തതാണ്. ഈ ഇലയുടെയൊക്കെ അടിയിലേ ഇവിടെ ഒരാൾ കൊണ്ട്, ദേ ഇവിടെ വേറൊന്നുകൂടെ ഉണ്ട്. പക്ഷെ ഇതത്ര മൂത്തില്ല, ഇത് നല്ല മൂത്തതാണ്. അപ്പം നമുക്ക് ഇത് കൂടെ അങ്ങ് എടുത്തേക്കാം. ദേ ഈ 3 ബ്രിഞ്ചോള്, നല്ല വലിയ ബ്രിഞ്ചോള്, ഇത് 3 നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തത്. ഇത് മാത്രം പോരെ ഇന്നത്തെ കറിക്ക്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ എടുക്കാം, അതാണ് ചീര. ഇനി നമ്മളെ ഇന്നത്തെ തോരനെടുക്കുന്നത് ഈ ചീരയാണ്. 4 അംഗമുള്ള ഞങ്ങളുടെ വീട്ടിലെ ഒരു തോരന് വേണ്ടിയിട്ടേ ഈ ഒരു ചാക്കിലെ ചീര മതി. ഈ ചാക്കിലാണേലും പല ചീരകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒന്നല്ല, എത്ര മൂടി ചീരയുണ്ടെന്ന് നോക്കിയേ. ഇങ്ങനെ ചീര നട്ടാലേ നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഒരു ചാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഈ ഒരു ചാക്കിൽ തന്നെ ഇതേ എത്ര മൂടാണെന്ന്, 1 2 3 4 5. ഇതിൽ നിന്ന് ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് പറിച്ചതും ആകട്ടോ. അപ്പം നമുക്ക് ഇതേ ഇവിടുന്ന് അങ്ങ് എടുക്കാം. 1. പിന്നെ ഇതാണ്ടേ ഏറ്റവും മൂത്ത് നിൽക്കുന്നത് നോക്കി മുകളിൽ വെച്ച് മുറിക്കാം. ചീര മുറിക്കുമ്പം എപ്പോഴും തണ്ടിൽ നിന്ന് കുറച്ച് സ്ഥലം വിട്ട് വേണം മുറിക്കാൻ. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒരു പുഴുക്കുത്തോ അഴുക്കോ കേടോ ഒന്നുമില്ലാത്തതാണ് എൻ്റെ ചീര. ദേ ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അടുത്തത് നമുക്ക് പറിക്കാറാകും. ഇങ്ങനെ ഒരു ചാക്കുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് ഒറ്റ ചാക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേറെ എവിടെ കിട്ടാനാ? ഫ്രഷായിട്ടുള്ള ചീര, ബ്രിഞ്ചോൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ തോരനും കറി. എത്ര സ്ഥലമില്ലാത്തവർക്കും, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണേലും തീരെ ചെറിയ സ്പേസിൽ, തിരുവനന്തപുരം പോലെയുള്ള സിറ്റിയിൽ അധികം മുറ്റമോ സ്ഥലമോ ഒന്നും കാണൂല. എന്നാലും 1 ഇഞ്ച് സ്ഥലം ഉണ്ടെങ്കിൽ, അവിടെ ഒരു ചാക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചീര നട്ടെടുത്താൽ മതി. ഇതുപോലെ ചാക്കിന് ഹോളിട്ട് എങ്ങനെ നടണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് താഴെയും കൊടുത്തേക്കാം. ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ മതി, നമുക്ക് ആർക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിഷമോ പുഴുക്കുത്തോ ഒന്നുമില്ലാത്ത ചീര. അതും നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. സോ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇപ്പം നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്തതാണ് ഇത്രയും സാധനങ്ങൾ. നമ്മുടെ സന്തോഷമല്ലേ ഇങ്ങനൊരു സാധനങ്ങൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് നട്ട് ഉണ്ടാക്കി പറിച്ചെടുത്ത് കറി വയ്ക്കുക എന്ന് പറയുന്നത്. അതും വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചാക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനകത്ത് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് കരികിലയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിലെ മണ്ണ് വളരെ കുറവാണ്. ഡെയിലി തൂത്ത് വരുന്ന കരികിലയാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കറി വെക്കാൻ ആവശ്യമുള്ള മുളക് കൂടെ നമ്മുടെ ഇവിടുന്ന് തന്നെ അങ്ങ് പറിച്ചാലോ. ഇത് കണ്ടോ, മുളകൊക്കെ നല്ല പഴുത്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് മുളക് കൂടി അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. മുളക് എപ്പോഴും നമ്മൾ പൊട്ടിച്ചാണല്ലോ എടുക്കണ്ടേ.
നല്ല മുഴുത്ത മുളകാണ്. ഇനിയുണ്ട്. ഇവിടെയും നല്ല മുഴുത്ത മുളകുകൾ നിൽപ്പുണ്ട്. ഇന്നത്തെ കറികൾക്ക് ആവശ്യമുള്ള പച്ചമുളകും നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തു. നല്ലപോലെ മൂത്ത് പഴുത്ത മുളകാണ്. ഒരു കേടോ ഒന്നുമില്ല. നമുക്കേ ഇന്നൊരു ദിവസത്തേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടുന്ന് ഇപ്പം തന്നെ എടുത്തു. ഓരോ ദിവസം അന്നന്നത്തേക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതെ, ചീരയായി, ബ്രിഞ്ചോളായി, അതിനാവശ്യമുള്ള മുളകുമായി. ഇതിൽ കൂടുതൽ എന്ത് വേണം?